നമസ്കാരം. STV വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കലാഭവൻ മണിയുടെ മരണവുമായി ബന്ധപ്പെട്ട് രാസപരിശോധനാ ഫലം പുറത്തുവന്നു. ശരീരത്തിൽ കീടനാശിനി ഉണ്ടായിരുന്നുവെന്ന് റിപ്പോർട്ട്. തട്ടകത്തെ കാർഷിക വൃത്തിക്ക് അനുമതി നൽകിക്കൊണ്ടുള്ള തൃപ്പയാർ തേവരുടെ പൈനൂർ പാടത്തെ ചാലുകുത്തൽ ഭക്തി നിർഭരമായി. ബഹദൂർ മെമ്മോറിയൽ ട്രസ്റ്റിന്റെ ഈ വർഷത്തെ ബഹദൂർ പുരസ്കാരം മരണാനന്തര ബഹുമതിയായി നടി കൽപ്പനയ്ക്ക്. വാർത്തകൾ വിശദമായി. കലാഭവൻ മണിയുടെ മരണവുമായി ബന്ധപ്പെട്ട് രാസപരിശോധന പുറത്തുവന്നു. ശരീരത്തിൽ കീടനാശിനി ഉണ്ടായിരുന്നുവെന്ന് റിപ്പോർട്ട്. ചെടികൾക്ക് ഉപയോഗിക്കുന്ന ക്ലോർപിരിഫോസ് എന്ന കീടനാശിനിയുടെ അംശം മണിയുടെ രക്തത്തിൽ കലർന്നതായാണ് റിപ്പോർട്ട്. മെഥനോൾ, എഥനോൾ എന്നിവയുടെ അംശവും പരിശോധനയിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. കാക്കനാട്ടെ ഫോറൻസിക് റീജിയണൽ ലാബിൽ നിന്നാണ് റിപ്പോർട്ട് വന്നത്. ലാബ് റിപ്പോർട്ട് അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടുണ്ട്. കലാഭവൻ മണിയുടെ മരണത്തിൽ ദുരൂഹതയുള്ളതായി സഹോദരൻ RLV രാമകൃഷ്ണൻ നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു. ഇതിന് തൊട്ടുപിന്നാലെയാണ് മണിയുടെ രക്തത്തിൽ കീടനാശിനിയുടെ അംശം കലർന്നതായുള്ള രാസപരിശോധനാ റിപ്പോർട്ട് പുറത്തുവന്നത്. മണിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഡ്രൈവർ പീറ്റർ, സഹായി മുരുകൻ ഉൾപ്പെടെ 8 പേരെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യും. അതേസമയം സഹോദരന്റെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ പ്രത്യേക അന്വേഷണ സംഘം മണിയുടെ തറവാട്ട് വീട്ടിലെത്തി കുടുംബാംഗങ്ങളുടെ മൊഴിയെടുത്തു. കലാഭവൻ മണിയുടെ മരണവുമായി ബന്ധപ്പെട്ട രാസപരിശോധനാ റിപ്പോർട്ട് പുറത്തുവന്ന സാഹചര്യത്തിൽ കുറ്റക്കാർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്ന് മണിയുടെ സഹോദരൻ RLV രാമകൃഷ്ണൻ. സുഹൃത്തുക്കളെ അത്രയധികം സ്നേഹിച്ചിരുന്ന വ്യക്തിയാണ് മണി. സാബുവിന്റെ മൊഴികളിൽ സംശയമുണ്ടെന്നും രാമകൃഷ്ണൻ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. മണിയെ അപായപ്പെടുത്തുവാൻ ശ്രമിച്ചുവെങ്കിൽ കടുത്ത ശിക്ഷ നൽകണമെന്നും സഹോദരൻ രാമകൃഷ്ണൻ പറഞ്ഞു. സുഹൃത്തുക്കൾ മണിയെ മദ്യത്തിന് അടിമയാക്കുകയായിരുന്നുവെന്നും മണിയുടെ പണം ഇവർ തട്ടിയെടുത്തിട്ടുണ്ടെന്നും രാമകൃഷ്ണൻ വെളിപ്പെടുത്തി. കലാഭവൻ മണിയുടെ മരണത്തിൽ കുടുംബത്തിനുള്ള സംശയം ന്യായമാണെന്ന് മണിയുടെ ഡ്രൈവർ പീറ്റർ പറഞ്ഞു. മദ്യം നൽകുന്നതിൽ കുടുംബവും സുഹൃത്തുക്കളും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ടെലിവിഷൻ താരം സാബു മദ്യപിച്ചിരുന്നു. അതിനാലാണ് അദ്ദേഹത്തെ കൊണ്ടുവിടുവാൻ തന്നോട് ആവശ്യപ്പെട്ടത്. മണിയെ ആശുപത്രിയിൽ കൊണ്ടുപോയ വിവരം തന്നോട് പറഞ്ഞിരുന്നില്ലെന്നും പീറ്റർ മാധ്യമങ്ങളോട് പറഞ്ഞു. തൻ്റെ ഭർത്താവ് ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ലെന്ന് കലാഭവൻ മണിയുടെ ഭാര്യ നിമ്മിയും പറഞ്ഞു. മണിയുടെ മരണത്തെക്കുറിച്ചുള്ള ദുരൂഹത നീക്കണം. കുടുംബ പ്രശ്നം ഉണ്ടായിരുന്നുവെന്നുള്ള പ്രചാരണം തെറ്റാണെന്നും നിമ്മി പറഞ്ഞു. കലാഭവൻ മണിയുടെ മരണത്തിലെ ദുരൂഹത നീക്കണമെന്ന് താരസംഘടനയായ അമ്മയും ആവശ്യപ്പെട്ടു. സംഭവത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തണമെന്നും അമ്മ പ്രസിഡന്റ് ഇന്നസെന്റ് അഭിപ്രായപ്പെട്ടു. കലാഭവൻ മണിയുടെ മരണവുമായി ബന്ധപ്പെട്ട് കുടുംബാംഗങ്ങളുടെ സംശയങ്ങൾ നിലനിൽക്കുന്നതാണെന്ന് കമൽ. തൃശ്ശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പോലീസ് നിഷ്പക്ഷമായി അന്വേഷിച്ച് സത്യം കണ്ടുപിടിക്കണമെന്നും കമൽ പറഞ്ഞു. സംവിധായകൻ മേജർ രവി മാധ്യമപ്രവർത്തകയോട് നടത്തിയ പരാമർശം ശരിയല്ല. കലാകാരന്മാർക്ക് രാഷ്ട്രീയത്തിൽ വരാൻ പാടില്ല എന്നില്ലെന്നും തൽക്കാലം താൻ രാഷ്ട്രീയത്തിലേക്ക് കടന്നുവരേണ്ട സാഹചര്യം നിലനിൽക്കുന്നില്ലെന്നും കമൽ പറഞ്ഞു. തട്ടകത്തെ കാർഷിക വൃത്തിക്ക് അനുമതി നൽകിക്കൊണ്ടുള്ള തൃപ്പയാർ തേവരുടെ പൈനൂർ പാടത്തെ ചാലുകുത്തൽ ഭക്തി നിർഭരമായി. പടിഞ്ഞാറേക്കരയിലെ അതിപ്രധാന ആചാരമായ ചാലുകുത്തൽ ചടങ്ങിന് തിങ്ങി നിറഞ്ഞ ഭക്തജനങ്ങൾ സാക്ഷിയായി. ഉഷപൂജ കഴിഞ്ഞ് തൃപ്പയാർ തേവർ വെന്നിക്കൽ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളി. തൃപ്പയാർ രാജപ്പന്മാരാർ നയിച്ച മേളം എഴുന്നള്ളിപ്പിന് അകമ്പടിയായി. വെന്നിക്കൽ ക്ഷേത്രത്തിലെത്തിയ തേവർ ഭക്തരിൽ നിന്ന് പറ സ്വീകരിച്ചു. തുടർന്ന് തേവർ കോതകുളം ആറാട്ടിനെഴുന്നള്ളി. ആറാട്ടിന് ശേഷം പടിഞ്ഞാറേക്കരയിലെ പൈനൂർ പാടത്തെ ചാലുകുത്തൽ ചടങ്ങിനായി തേവർ എഴുന്നള്ളി.
വഴിയോരങ്ങളിൽ കാത്തുനിന്ന ഭക്തർ തേവരെ പറ നൽകിയാണ് വരവേറ്റത്. പയ്യന്നൂർ പാടത്തെത്തിയ തൃപ്പയാർ തേവർക്ക് അവകാശികളായ കണ്ണോത്ത് തറവാട്ടുകാർ ആദ്യ പറ സമർപ്പിച്ചു. പറയ്ക്ക് ശേഷം ശംഖുനാദം ഉയർന്നതോടെ തേവരുടെ കോലം വഹിച്ച ദേവസ്വം ബലരാമൻ തന്റെ കൊമ്പുകൾ കൊണ്ട് പയ്യന്നൂർ പാടത്തെ 1 സെന്റ് ഭൂമിയിൽ ചാലുകുത്തി. മൂന്ന് തവണ തേവർ കുത്തിയെടുത്ത മണ്ണ് ഭക്തർക്ക് പ്രസാദമായി വിതരണം ചെയ്തു. ചാലുകുത്തൽ ചടങ്ങ് കഴിഞ്ഞ് തൃപ്പയാർ തേവർ ക്ഷേത്രത്തിൽ തിരിച്ചെത്തി. വൈകിട്ട് രാമൻകുളം ആറാട്ടിന് ശേഷം സമുദായ മഠം പറ കഴിഞ്ഞ് അർദ്ധരാത്രിയോടെ തേവർ ക്ഷേത്രത്തിലേക്ക് തിരിച്ചെഴുന്നള്ളി. ശനിയാഴ്ച കിഴക്കേക്കരയിലും ഗ്രാമപ്രദക്ഷിണത്തിന് തുടക്കമിട്ട് തൃപ്പയാർ തേവർ പള്ളിയോടത്തിൽ പുഴ കടക്കും. ആറാട്ടുപുഴ പൂരത്തിന് തൃപ്പയാർ തേവരുടെ സ്വർണ്ണക്കോലം വഹിക്കുന്നതിൽ ദേവസ്വം ബലരാമന് 4 നൂറ്റാണ്ട് കാലത്തെ പാരമ്പര്യം. തൃപ്പയാർ തേവരുടെ നിത്യദിനാന ചടങ്ങുകളിൽ വിഘ്നം വരുത്താത്തതിൽ വിശ്വസ്തനാണ് ദേവസ്വം ബലരാമൻ. 1960 മെയ് 4-നാണ് അന്തിക്കാട് സ്വദേശി തണ്ടാശ്ശേരി രാമൻ 12 വയസ്സുള്ള ബലരാമനെ ക്ഷേത്രത്തിൽ നടയിരുത്തിയത്. അന്ന് ദേവസ്വം ഓഫീസറായിരുന്ന ബാലന്റെയും നടയിരുത്തിയ ആളായ രാമന്റെയും പേരുകൾ ചേർത്താണ് ആനയ്ക്ക് ബലരാമൻ എന്ന പേര് നൽകിയത്. ഇപ്പോൾ 60 പിന്നിട്ട ബലരാമൻ ചെറുപ്പത്തിൽ വികൃതി കാട്ടിയിരുന്നതായി പറയുന്നു. എങ്കിലും ക്ഷേത്രത്തിലെ നിത്യദിനാന ചടങ്ങുകളും ഉത്സവങ്ങളും തടസ്സമില്ലാതെ നടത്തുന്നതിൽ ദേവസ്വം ബലരാമൻ വ്യത്യസ്തനാണ്. ആറാട്ടുപുഴ പൂരത്തിലും ഗ്രാമപ്രദക്ഷിണ ചടങ്ങുകളിലും സജീവ സാന്നിധ്യമാണ് ദേവസ്വം ബലരാമൻ. മകീരം പുറപ്പാട് മുതൽ ഉത്രം വിളക്ക് വരെയുള്ള ചടങ്ങുകളെല്ലാം മനപ്പാടം. പയ്യന്നൂർ പാടത്തെ ചാലുകുത്തൽ ചടങ്ങ് ദേവസ്വം ബലരാമന്റെ പ്രൗഢി വിളിച്ചോതുന്നതാണ്. പയ്യന്നൂർ പാടത്തെ 1 സെന്റ് ഭൂമിയിൽ തന്റെ കൊമ്പുകളാൽ മണ്ണ് കുത്തിയെടുക്കുന്ന കാഴ്ച ഭക്തിയുടെ വേലിയേറ്റമാണ് സൃഷ്ടിക്കുക. ശംഖുനാദം ഉയരുന്ന നിമിഷത്തിൽ 3 തവണയും ദേവസ്വം ബലരാമൻ മണ്ണ് കുത്തിയെടുക്കും. കഴിഞ്ഞ വർഷം ദേവസ്വം ബലരാമൻ ചാലുകുത്തൽ ചടങ്ങിനിടെ 4 തവണ മണ്ണ് കുത്തിയെടുക്കുവാൻ ശ്രമിച്ചത് കൗതുക കാഴ്ചയായിരുന്നു. 21-ന് ആറാട്ടുപുഴ പൂരത്തിന് നെടുനായകത്വം വഹിക്കുന്ന തേവരുടെ സ്വർണ്ണക്കോലം വഹിക്കുന്നതും ദേവസ്വം ബലരാമൻ തന്നെയാണ്. തേവരുടെ ഭക്തർക്ക് അതിയായ ബഹുമാനമാണ് ദേവസ്വം ബലരാമനോടുള്ളത്. 4 നൂറ്റാണ്ടിലേറെ കാലം തേവരുടെ തിടമ്പേറ്റിയ ദേവസ്വം ബലരാമനെ 2010 മാർച്ച് 22-ന് ഗജരത്നം പട്ടം നൽകി ആദരിച്ചിരുന്നു. അവശതകളിലൊന്നുമില്ലാതെ വരും വർഷങ്ങളിലും തേവരുടെ തിടമ്പേറ്റാനുള്ള ഭാഗ്യം ദേവസ്വം ബലരാമനുണ്ടാകണമെന്നാണ് ഭക്തരുടെ പ്രാർത്ഥന. ബഹദൂർ മെമ്മോറിയൽ ട്രസ്റ്റിന്റെ ഈ വർഷത്തെ ബഹദൂർ പുരസ്കാരം മരണാനന്തര ബഹുമതിയായി നടി കൽപ്പനയ്ക്ക് നൽകുമെന്ന് സംവിധായകൻ കമൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചുരുങ്ങിയ കാലത്തിനുള്ളിൽ മലയാള ചലച്ചിത്രവേദിക്ക് നൽകിയ സമഗ്ര സംഭാവന പരിഗണിച്ചാണ് പുരസ്കാരം. 50,000 രൂപയും കുട്ടി കൊടുങ്ങല്ലൂർ രൂപകൽപ്പന ചെയ്ത ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് അവാർഡ്. ഏപ്രിൽ 1-ന് വൈകിട്ട് കൊടുങ്ങല്ലൂർ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ ചേരുന്ന സമ്മേളനത്തിൽ കൽപ്പനയുടെ മകൾ പുരസ്കാരം ഏറ്റുവാങ്ങും. സഹോദരിമാരായ കലാരഞ്ജിനി, ഉർവശി എന്നിവരും സന്നിധരായിരിക്കും. വാർത്താ സമ്മേളനത്തിൽ ബഹദൂർ ട്രസ്റ്റ് പ്രസിഡന്റ് ഡോക്ടർ PA മുഹമ്മദ് സയ്യിദ്, സെക്രട്ടറി ഡോക്ടർ ജോസ് ഊക്കൻ, കൊടുങ്ങല്ലൂർ ഫിലിം സൊസൈറ്റി അംഗങ്ങളായ അഡ്വക്കേറ്റ് അനൂപ്, VI സലാം തുടങ്ങിയവരും പങ്കെടുത്തു. ഇടവേള.